അതെ, നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ ജോയിൻ വിത്ത് us. സ്പീക്കർ അക്കാദമി, തിരുവില്ലാമല റോഡ്, പയ്യന്നൂർ. കഠിനം വേണ്ട, നിരന്തരമായിട്ടുള്ള പരിശ്രമം മാത്രം മതി. യെസ്, നൗ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. ഇറ്റ് ഈസ് മൈ ഗ്യാരണ്ടി. വി ഓഫർ കോൺഫിഡൻസ് ബിൽഡിംഗ്, interview skills training, leadership development, and much more to help you speak English fluently and confidently. Our contact number 9497585692. Welcome to all. Bye. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവതി യുവാക്കൾ കേരളത്തിന്റെ പൈതൃകം നേരിട്ടറിയാൻ വേണ്ടി ചെറുതുരുത്തി കലാമണ്ഡലത്തിലെത്തി. സി കേരളം നോ കേരളം പദ്ധതിയുടെ ഭാഗമായി സംഘം എത്തിയത്. കേരളത്തിന്റെ ഭരണരീതി, വികസന മാതൃകകൾ, സാംസ്കാരിക പൈതൃകം എന്നിവ നേരിട്ടറിയാൻ യുവജന ക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന സി കേരളം നോ കേരളം യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി പ്രതിനിധികൾ കേരളം സന്ദർശിക്കുന്നു. ഫെബ്രുവരി 19 മുതൽ 28 വരെ നീളുന്ന സന്ദർശനത്തിന്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 34 അംഗ യുവജന സംഘമാണ് ശനിയാഴ്ച സാംസ്കാരിക സർവകലാശാലയായ കലാമണ്ഡലത്തിലെത്തിയത്. കലാമണ്ഡലത്തിലെത്തിയ സംഘത്തിന് കലകളുടെ തനിമയാർന്ന ലോകം അടുത്തറിയാൻ അവസരമൊരുക്കി. വിവിധ കളരികളും കഥകളി വേഷങ്ങൾ തയ്യാറാക്കുന്ന കോപ്പുപുരകളും സന്ദർശിച്ച സംഘം കൂത്തമ്പലത്തിൽ അരങ്ങേറിയ എന്റെ കേരളം നൃത്താവിഷ്കാരത്തിനും സാക്ഷിയായി. കഥകളി, കൂടിയാട്ടം, തുള്ളൽ, മോഹിനിയാട്ടം, ഭരതനാട്യം, കളരിപ്പയറ്റ് തുടങ്ങിയ കലാരൂപങ്ങൾ കോർത്തിണക്കിയുള്ള ഈ നൃത്താവിഷ്കാരം പ്രതിനിധികളിൽ വലിയ കൗതുകമുണർത്തി. മധുചൊരിയുന്നൊരു സംസ്കാരം, മലരണിയും മൃദുമോഹങ്ങൾ, അക്ഷരമണിയും കാവ്യങ്ങൾ, അർത്ഥതലങ്ങളുടെ ഔന്നത്യം. ഗ്രൂപ്പ് ഫോട്ടോകളും എടുത്ത ശേഷമാണ് സംഘം അവിടെ നിന്നും യാത്ര തിരിച്ചത്. കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി മാനേജർ കാർത്തിക് ഗോപാൽ, പ്രൊജക്ട് കോർഡിനേറ്റർമാരായ ബിബിൻ ബേബി, അനന്തു കൃഷ്ണൻ, അശ്വതി എസ് എന്നിവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി 2020 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സ്ഥാപിതമായിട്ടുള്ള കേരള സർക്കാരിൻ്റെ പൊതുഭരണ വകുപ്പിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ യൂണിയൻ ടെറിട്ടറീസ് ഉൾപ്പെടെ 32 സ്ഥലങ്ങളിൽ നിന്നുള്ള 32ഓളം ഡെലിഗേറ്റ്സ്, ഓരോ സ്റ്റേറ്റിൽ നിന്നും ഓരോ യൂണിയൻ ടെറിട്ടറീസിൽ നിന്നും ഓരോരോ ആളുകൾ വീതം ആകെ 32 ആളുകളാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. നമ്മൾ ഫെബ്രുവരി മാസം 19-ാം തീയതി കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫെബ്രുവരി മാസം 28-ാം തീയതി തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന രീതിയിലാണ് ഈ 10 ദിവസത്തെ യാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു എക്സ്പോഷർ വിസിറ്റ് എന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ കേരള കലാമണ്ഡലമാണ് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കേരള കലാമണ്ഡലത്തിന് ശേഷം പാഞ്ഞാളിലേക്ക് പോകും. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് സന്ദർശനമുണ്ട്. അതിനുശേഷം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സന്ദർശിക്കുന്നുണ്ട്. തൃശ്ശൂരിലെ പുത്തൻപള്ളി സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ പൈതൃകവും സാംസ്കാരികതയും വിളിച്ചോതുന്ന സന്ദർശനങ്ങൾ, കേരളത്തിൻ്റെ വികസന മാതൃകകൾ ഇവരെ കാണിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് വിവിധങ്ങളായ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും മാതൃകകൾ സന്ദർശിക്കുകയും ചെയ്യുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യാത്ര ഫെബ്രുവരി മാസം 28-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് CCV.